Good evening, students. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോളറൈസേഷൻ എന്താണെന്നും പോളറൈസേഷൻ ഒരു മെറ്റീരിയൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു പോളാർ ഡയലക്ട്രിക്കിലും നോൺ പോളാർ ഡയലക്ട്രിക്കിലും പോളറൈസേഷൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളിനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പോളറൈസ്ഡ് ഓബ്ജക്റ്റ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് പോളറൈസ് ചെയ്യപ്പെട്ട ഒരു പോളറൈസ്ഡ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഫീൽഡ് ഓഫ് എ ഫീൽഡ് ഡ്യൂ ടു എ പോളറൈസ്ഡ് ഓബ്ജക്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോളറൈസ്ഡ് ഓബ്ജക്റ്റ്. ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു യു കൺസിഡർ a polarized object. Suppose this is a polarized object, and consider let P be a point at a distance R from a particular point. This is unit vector R. ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഈ പോയിന്റിൽ നിങ്ങളൊരു സിംഗിൾ ഡൈപോൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ എ സിംഗിൾ ഡൈപോൾ വിത്ത് ഡൈപോൾ മൊമെന്റ് vector P, and let P be a point at a distance R from vector R from this single dipole. ഈ പോയിന്റിനെ O എന്നിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഒ പി ആണ് വെക്ടർ. നമുക്കിവിടെ വേണ്ടത് ഈ പോയിന്റ് പിയിൽ ഈ പോളറൈസ് ചെയ്യപ്പെട്ട മെറ്റീരിയൽ, ദിസ് മെറ്റീരിയൽ ഈസ് എ പോളറൈസ്ഡ് ഓബ്ജക്റ്റ്. ഈ പോളറൈസ് ചെയ്ത മെറ്റീരിയൽ ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലും ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഈ പോളറൈസ്ഡ് ഓബ്ജക്റ്റ് കൊണ്ടാണ് ഈ പോയിന്റിൽ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ഡൈപോൾ, ഈ മെറ്റീരിയലിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡൈപോൾസുകൾ ഉണ്ടാവും, ഒരുപാട് ഡൈപോളുകൾ ഉണ്ടാവും. അതിൽ ഒരു സിംഗിൾ ഡൈപോളാണ് ഞാൻ എടുത്തേണ്ടത്. സോ ഫോർ എ സിംഗിൾ ഡൈപോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു സിംഗിൾ ഡൈപോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എ സിംഗിൾ ഡൈപോൾ പൊട്ടൻഷ്യൽ at point P that can be written as V of R is equal to 1 by 4 pi epsilon naught P dot R cap by R square. R square means modulus vector R whole square. So this is equation number 1. പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. യു കൺസിഡർ എ റീജിയൻ ഹിയർ, എ സ്മോൾ ഡിഫറൻഷ്യൽ വോളിയം എലമെന്റ് ഡി ടൗ. സോ ഫോർ ഒരു ഡിഫറൻഷ്യൽ വോളിയം എലമെന്റ് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്കറിയാം പോളറൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, പോളറൈസേഷൻ എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ആണ്. സോ ഒരു ഡീറ്റോ വോളിയം എലമെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
for a volume element d tau അതിലുള്ള നെറ്റ് ഡൈപോൾ മൊമെന്റ് എത്രയായിരിക്കും? നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് പി എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ വെക്റ്റർ പി ഇൻറ്റു ഡി ടോ, പോളറൈസേഷൻ ഇൻറ്റു വോള്യം, അതാണ് ടോട്ടൽ ഡൈപോൾ മൊമെന്റ് വരും. സോ വി ഓഫ് ആർ ഡ്യൂ ടു ദിസ് വോള്യം എലമെന്റ് നമുക്ക് തൽക്കാലം ഡി വി ഓഫ് ആർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഡി വി ഓഫ് ആർ ഇസ് ഈക്വൽ ടു 1/4π∈0 സ്മോൾ പി എന്നുള്ളതിന് പകരം വെക്റ്റർ പി ഡി ടോ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ. സോ what is the total dipole moment, or what is the total potential due to the polarized object എന്ത് വരും? നമ്മളിപ്പോൾ ഒരു വോളിയം എലമെന്റിന്റെ പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു പോളറൈസ്ഡ് ഓബ്ജക്റ്റിന്റെ വി ഓഫ് ആർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വരും. വി ഓഫ് ആർ ഇസ് ഈക്വൽ ടു 1/4π∈0. മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്യണം. വോളിയം ഇന്റഗ്രൽ പി ഡോട്ട് ആർ ക്യാപ് by r square into d tau. This is equation number 2. So p dot r cap by r square d tau എന്നുള്ളതാണ് നമ്മളുടെ പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ. But we know that യൂണിറ്റ് വെക്റ്റർ r cap by r square എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് ഓഫ് 1/r വരും. ഇത് ഗ്രിഫിത്തിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ അതിൻ്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. നമുക്ക് ഈസിലി മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് വെക്ടർ ഓൾജിബ്ര ഉപയോഗിച്ച് ഈസിലി ഡിറൈവ് ചെയ്യാനും സാധിക്കാൻ പറ്റും. അപ്പോൾ യൂണിറ്റ് വെക്ടർ r by r square എന്ന് പറയുന്നത് ഡെൽ ഓഫ് 1/r വരും. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ യൂണിറ്റ് വെക്ടർ r by r square in this equation and we will get the result V of r is equal to 1/4π∈0 volume integral vector p dot del of 1/r d tau. So ഈ റിലേഷനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. നമുക്ക് പ്രോഡക്റ്റ് റൂള്, വെക്ടർ ഓൾജിബ്രയിലെ പ്രോഡക്റ്റ് റൂൾ അറിയാം. അതായത് വെക്ടർ പി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, 1/r എന്ന് പറയുന്നത് ഒരു സ്കാലർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഡെൽ ഡോട്ട് ഫൈ ഇൻറ്റു വെക്ടർ എ ഇസ് ഈക്വൽ ടു ഫൈ ഇൻറ്റു ഡെൽ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ഡെൽ ഫൈ. Vector a dot del phi. So vector a dot del phi can be written as del dot phi into vector a minus phi into del dot a. So a ക്ക് പകരം വെക്ടർ പി എന്ന് കൊടുക്കാം, ഡെല്ലിന് പകരം ഫൈക്ക് പകരം 1/r എന്ന് കൊടുക്കാം. സോ പി ഡോട്ട് ഡെൽ ഓഫ് 1/r ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് വെക്റ്റർ പി ബൈ ആർ മൈനസ് 1/r ഇൻറ്റു ഡെൽ ഡോട്ട് പി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ഇക്വേഷൻ നമ്പർ 2. Substituting in equation number 2. Equation number 2 substitute ചെയ്യുമ്പോൾ V of r is equal to 1/4π∈0
വോള്യം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് വെക്റ്റർ പി ബൈ ആർ ഇൻറ്റു ഡി ടൗ മൈനസ് 1 by 4 pi epsilon naught volume integral 1 by r into del dot p deta. This is equation number 3 nu kodukka. This is equation number 4. So what will be the result? ഈ ഇക്വേഷനിൽ അതായത് ഈ ഇൻ്റഗ്രലിൽ രണ്ട് ടേംസ് ഉണ്ട്, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ടേമിൽ നിങ്ങൾക്ക് ഗോസസ് ഡൈവർജൻസ് തിയറം ഉപയോഗിക്കാം. ഗോസസ് ഡൈവർജൻസ് തിയറം എല്ലാവർക്കും അറിയുന്നതാണ്. ഗോസസ് ഡൈവർജൻസ് തിയറം എന്ന് പറയുന്നത് ഒരു സർഫസ് ഇൻ്റഗ്രലിനെ ഇപ്പോൾ surface integral a dot dA is equal to volume integral del dot a d tau. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വോളിയം ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രൽ ആക്കാനും സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രൽ ആക്കാനും പറ്റും. സോ യു വിൽ ഗെറ്റ് വോളിയം ഇൻ്റഗ്രൽ 1 by 4 pi epsilon naught വോളിയം ഇൻ്റഗ്രൽ del dot vector p by r d tau is equal to 1 by 4 pi epsilon naught surface integral vector p by r dot dA. നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ എഴുതാം. 1 by 4 pi epsilon naught surface integral vector p dot n cap by r into dA. അതായത് വെക്റ്റർ ഡി എനെ ഡി എന്ന് പറയുന്നത് ഒരു ഏരിയ എലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഏരിയ എലമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഡി എ എന്നും അതിൻ്റെ ഡയറക്ഷനെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനെ ഔട്ട്വേർഡ് നോർമലിനെ എൻ ക്യാപ്പ് എന്നും റെപ്രസെൻറ്റ് ചെയ്തു. സോ യു ക്യാൻ റെപ്രസെൻറ്റ് ദിസ് ആസ് 1 by 4 pi epsilon naught surface integral p dot n cap by r into d. So equation number 4 ne ഒന്ന് rearrange ചെയ്യാം. So what will be the equation number 4? So equation number 4 becomes v of r is equal to 1 by 4 pi epsilon naught surface integral vector p dot n cap by r into dA minus 1 by 4 pi epsilon naught or plus 1 by 4 pi epsilon naught volume integral 1 by minus of del dot p by r into t tau. ഇങ്ങനെ എഴുതാം. ഇക്വേഷൻ നമ്പർ 5. ഈ ഇക്വേഷൻ നമ്പർ 5 ഒന്ന് സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സർഫസ് ഇൻ്റഗ്രലാണ്, രണ്ടാമത്തെ ഒരു വോളിയം ഇൻ്റഗ്രലാണ്. നമ്മൾ പൊട്ടൻഷ്യലാണ് എഴുതുന്നത്. പൊട്ടൻഷ്യൽ ഒരു സർഫസ് ഇൻ്റഗ്രലിൻ്റെ കോൺട്രിബ്യൂഷനും ഒരു വോളിയം ഇൻ്റഗ്രലിൻ്റെ കോൺട്രിബ്യൂഷനും. നമുക്കറിയാം, ഒരു സർഫസിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മയാണ്. സിഗ്മ ഈസ് സർഫസ് ചാർജ് ഡെൻസിറ്റി. റോ എന്ന് പറയുന്നത് വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്. ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ ഒരു ലൈനിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ പൊട്ടൻഷ്യൽ നമ്മൾ ഇങ്ങനെ എഴുതുക 1 by 4 pi epsilon naught ലൈൻ ഇൻ്റഗ്രൽ ലാംഡ ഡി എൽ ബൈ ആർ. ഒരു പോയിന്റ് ചാർജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സാധാരണ 1 by 4 pi epsilon naught q by r എന്നുള്ളതാണ് നമ്മൾ സാധാരണ എഴുതാറ്.
അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തൊരു ലീനിയർ ചാർജ് ആകുമ്പോൾ 1/4πε0 ലൈൻ ഇൻ്റഗ്രൽ λ/dl/r. ഒരു സർഫസ് ഡിസ്ട്രിബ്യൂഷനിലോ സർഫസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സർഫസിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ സിഗ്മയാണ് എടുക്കുക, ഇവിടുത്തെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. സോ വി വിൽ ബി ഈക്വൽ ടു 1/4πε0 സർഫസ് ഇൻ്റഗ്രൽ σdA/r നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ വോള്യത്തിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 വോള്യം ഇൻ്റഗ്രൽ ρdτ/r. അപ്പോൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 4ഉം ഈ ഇക്വേഷൻ നമ്പർ 4ലെ ഫസ്റ്റ് ടേമും ഇക്വേഷൻ നമ്പർ 4ലെ സെക്കൻഡ് ടേമും ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ദ ഫസ്റ്റ് ടേം റെപ്രസെൻറ്റ്സ് first term in equation number 5 represents potential due to surface charge distribution with surface charge density അതിനെ നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുക സിഗ്മ ബി എന്നാണ്. എന്തുകൊണ്ടാണ് ബി എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. ബൗണ്ട് ചാർജ് എന്നുള്ള കൺസെപ്റ്റിലാണ് വരുന്നത്. സാധാരണ ഫ്രീ ചാർജസ്, ഒരു മെറ്റീരിയലിലുള്ള ഫ്രീ ചാർജസ് അല്ല, ഇത് പോളറൈസേഷൻ കൊണ്ടുണ്ടാവുന്ന ചാർജ് ഡെൻസിറ്റിയാണ്. അതുകൊണ്ടാണ് സിഗ്മ ബി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സിഗ്മ ബി എന്ന് പറയുന്നത് വെക്റ്റർ പി ഡോട്ട് എൻ ക്യാപ്പ് ആണ്. ഈ ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ, ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ആൻഡ് സെക്കൻഡ് ടേം in equation number 5 represents potential due to a volume charge distribution with volume charge density നമുക്ക് അതിനെ റോ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. റോ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി, ഡെൽ ഡോട്ട് വെക്ടർ പി. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷനും സെക്കൻഡ് ടേമും ഈ ഇക്വേഷനും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് റോ എന്ന് പറയുന്നത് മൈനസ് ഡെൽ ഡോട്ട് ബി എഴുതാം. ഇത് സഫിക്സ് ബി റെപ്രസെന്റ് ചെയ്യുന്നത് ബൗണ്ട് ചാർജ് ആണെന്നുള്ള കോൺസെപ്റ്റിലാണ്. അപ്പോൾ നമുക്ക് ഇൻ ജനറൽ വളരെ ലളിതമായിട്ട് ഇങ്ങനെ പറയാം, നമ്മളുടെ ഒരു പോളറൈസ്ഡ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ പോളറൈസ്ഡ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിനെ നമുക്ക് രണ്ട് തരം കോൺട്രിബ്യൂഷനായിട്ട് അസ്യൂം ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് ഒരു ബൗണ്ട്, അതായത് ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റി കൊണ്ടുണ്ടാകുന്ന കോൺട്രിബ്യൂഷനും മറ്റതൊരു വോളിയം ചാർജ് ഡെൻസിറ്റി കൊണ്ടുണ്ടാകുന്നതുകൊണ്ട്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ബി എന്ന് പറയുന്നത് പി ഡോട്ട് എൻ ക്യാപ്പ് ആണ്. എൻ ക്യാപ്പ് ഈസ് ദ ഔട്ട്വേർഡ് നോർമൽ ടു എ സർഫസ്. And rho b is the volume charge density. It is the negative of divergence of polarization minus del dot p. So minus del dot b, ഇപ്പോൾ റോ ബിയും സിഗ്മ ബിയും അങ്ങനെ രണ്ട് പുതിയ ചാർജ് ഡെൻസിറ്റികൾ പോളറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നു. പോളറൈസേഷൻ കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രിക് ഇഫക്റ്റ് നമ്മൾ പഠിക്കുന്നത് രണ്ട് തരത്തിലുള്ള ചാർജ് ഡെൻസിറ്റികളുടെ കോൺട്രിബ്യൂഷൻ പ്രകാരമാണ്. One is called surface bound charge density, surface bound charge density and volume bound charge density. These are called bound charges. ഇതാണ് നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഈ രൂപത്തിൽ കിട്ടി, റോ ബിയും സിഗ്മ ബിയും കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിഗ്മ ബി ഈസ് വെക്റ്റർ പി ഡോട്ട് എൻ ക്യാപ്പ് ആൻഡ് റോ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് പി.
അപ്പോൾ ഈ റിലേഷൻ വളരെ കൃത്യമായിട്ട് എല്ലാവരും ഓർത്ത് വെക്കേണ്ട റിലേഷനാണ്. റോ ബിയും സിഗ്മ ബിയും അത് പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷനും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ റോ ബിയുടെയും സിഗ്മ ബിയുടെയും ഇതിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ട് ചാർജസ്. ബൗണ്ട് ചാർജസ് എന്നുള്ള വേർഡ് വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ് അതിൻ്റെ അർത്ഥം. ചാർജസ് ആർ ബൗണ്ട് ടു ദ ആറ്റംസ്. ഇവിടെയുള്ള ഈ ചാർജസ് എന്ന് പറയുന്ന പോളറൈസേഷൻ ഉണ്ടാക്കുന്ന ചാർജസ് എന്ന് പറയുന്നത് ഈ ചാർജസ് ഫ്രീ ചാർജസ് അല്ല. ദേ ആർ നോട്ട്, ദേ കനോട്ട് മൂവ്, ബട്ട് ദേ ക്യാൻ ഡിസ്പ്ലേസ് ആൻഡ് ദേ ക്യാൻ പ്രൊഡ്യൂസ് പോളറൈസേഷൻ. അപ്പോൾ ഒരു ഇൻഇഫക്റ്റിൽ ഉണ്ടാകുന്ന ഒരു പോളറൈസേഷനാണ്, ഇൻഇഫക്റ്റിൽ ഉണ്ടാകുന്ന ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. അത് മെറ്റീരിയലിൻ്റെ സ്ലൈറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ടോ റൊട്ടേഷൻ കൊണ്ടോ ഉണ്ടാകുന്ന ചാർജസ് ആണ് ഈ ബൗണ്ട് ചാർജസ് എന്ന് പറയുന്നത്. ബൗണ്ട് ചാർജസ് എന്ന് പറയുന്നത് ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ഉണ്ടാകുന്നില്ല, ചാർജസിൻ്റെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നില്ല. ചാർജസിൻ്റെ ചെറിയ തരത്തിലുള്ള അതിൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള മൂവ്മെൻറ്റുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ദേ ആർ ബൗണ്ട് ടു ദ ആറ്റംസ്, ദേ ആർ നോട്ട് ഫ്രീ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മെറ്റീരിയലിലുള്ള ഫ്രീ ചാർജസിനെ ഇനി മുതൽ ഒരു മെറ്റീരിയലുള്ള ഫ്രീ ചാർജസിനെ സിഗ്മ എഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീ ചാർജ് ഡെൻസിറ്റിയാണ്, ഫ്രീ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് എന്ന് പറഞ്ഞാൽ മൂവബിൾ ചാർജസ് ആണ്. അപ്പോൾ ഒരു മെറ്റീരിയലിൽ നമുക്ക് ലളിതമായിട്ട് രണ്ട് തരത്തിലുള്ള ചാർജസുകളുണ്ട്, സിഗ്മ ബിയും സിഗ്മ എഫും. സിഗ്മ ബി എന്ന് പറയുന്നത് ബൗണ്ട് ചാർജസും സിഗ്മ എഫ് എന്ന് പറയുന്നത് ഫ്രീ സർഫസ് ചാർജും. അതുപോലെ തന്നെ വോള്യത്തിലും ഉണ്ടാവും റോ ബിയും റോ എഫ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ ഡൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടാവും, ഗോസസ് ലോ. അത് ഒരു വാക്വത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, വാക്വം ഓർ എയർ. അതിൽ ആ റോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റോ എഫ്, ഇറ്റ് ഈസ് നോട്ട് റോ ബി അവിടെ 0 ആണ്. കാരണം എന്താ വെച്ചാൽ അവിടെ വാക്വം ആണ്, അവിടെ പോളറൈസേഷൻ ഇഫക്റ്റ് നമ്മൾ പറയേണ്ട കാര്യമില്ല. സോ ഡൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ എഫ്. ഓക്കെ, അപ്പോൾ ആ റോ എഫും സിഗ്മ എഫും റോ ബിയും സിഗ്മ ബിയും ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ നമുക്കത് ഫിസിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യാം? ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് bound charges. ഇതിൽ ബൗണ്ട് ചാർജസിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് സോ ഈ ബൗണ്ട് ചാർജസിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് നമുക്കത് ഫിസിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ലളിതമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നോർമലി ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ഈ ബൗണ്ട് ചാർജസിൻ്റെ ചോദ്യങ്ങൾ വളരെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബൗണ്ട് ചാർജസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. അതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷനും പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് ഈ സെക്ഷൻ. ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.